ഞാനിങ്ങനെ ഓരോരുത്തരും കടന്നു പോകുന്ന മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെ ആലോചിച്ചതാണ്. കഴിഞ്ഞ ദിവസം പത്രത്തില് വലിയൊരു വാർത്തയായിരുന്നല്ലോ, ലേഡി സ്ട്രെസ് കാരണം ഹാർട്ട് അറ്റാക്ക് വന്നു. ദുഃഖകരമായ വാർത്തയാണ്. നമുക്കറിയില്ല നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയില്ല. ലൈഫിനെ തന്നെ ഹാം ചെയ്യുന്ന സ്ട്രെസ്സുമായിട്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് ചിലപ്പോൾ അയാൾക്കും അറിയില്ലായിരിക്കും. ഞാനിങ്ങനെ നിരന്തരമായിട്ട് കമ്പനികളിലെ സ്റ്റാഫ് ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ നടന്ന ക്ലാസ്സിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ ഇൻസിഡന്റ് ചോദിച്ചു, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ? നമുക്ക് പെട്ടെന്ന് കേട്ടാൽ പറയാൻ പറ്റുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ മറുപടി എന്ന് പറഞ്ഞാൽ, ഇത്രയും സ്ട്രെസ് ഉള്ള ജോലിയൊക്കെ തുടരണോ, നിങ്ങൾക്ക് നിർത്തി പോന്നൂടെ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നമുക്ക് അവരുടെ അവസ്ഥ അറിയില്ലല്ലോ. എല്ലാവർക്കും ഒരു ജോലി പെട്ടെന്ന് ഉപേക്ഷിച്ച് പുറത്ത് കടന്ന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ലക്ഷറി ഒന്നും എല്ലാവർക്കും ഉണ്ടാവില്ല, പൊതുവെ ഇല്ല. എന്നാൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റാണ്, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ തുടരുക, മരണം വരെ അതിൽ തന്നെ തുടരുക, ആ ജോലി അടുത്ത തലമുറയ്ക്ക് കൈമാറുക. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിയൊക്കെ. ആ കോൺസെപ്റ്റുകളൊക്കെ മാറി തുടങ്ങി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം എന്നുള്ളൊരു അവസ്ഥ ലൈഫ് കുറച്ചുകൂടിയൊക്കെ പ്ലാൻ ചെയ്തവർക്ക് ഉണ്ടാവുന്നുണ്ട്. പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് മറുപടി. എല്ലാവർക്കും പാഷനെ ഫോളോ ചെയ്യാനുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. ലോകത്തിന് ആവശ്യമുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ ജോലി കിട്ടുന്നു, അതിന്റെ ശമ്പളം കിട്ടുന്നു, പിന്നെ EMI അടവുകള്, പിന്നെ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യല് ഒക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ അറിയൂല ഈ സ്ട്രെസ് പിടിക്കുന്നത്. ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. നമ്മള് പിന്നെ ഹാപ്പിയിലാണോ ജോലി ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന്റെ നമ്മളുടെ ഹാപ്പിനെസിന്റെ നിലവാരം അളക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതിന് ഫ്രോഗ് എന്ന് പറയാം, FROG, ഫ്രോഗ്. അതിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്: ഫൺ. നമുക്ക് ആ ജോലിയിൽ ഫണ്ണുണ്ടോ, തമാശകളുണ്ടോ, ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഫ്രോഗില് 6 റിവാർഡാണ്. റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള റിവാർഡ് കിട്ടുന്നുണ്ടോ? അഭിനന്ദനമായിട്ടായാലും പ്രൊമോഷൻ ആയിട്ടായാലും ഇൻസെന്റീവ്സ് ആയിട്ടായാലും ചെയ്യുന്ന ജോലി ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? റിവാർഡ്. ഓണർഷിപ്പ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കൂടി സ്ഥാപനമാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? അതാണ് ഓണർഷിപ്പ്. G എന്ന് പറഞ്ഞാൽ ഗോൾ പെർസീവിങ്. ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് അയാളുടെ ലക്ഷ്യങ്ങൾ, ജീവിത ലക്ഷ്യങ്ങൾ പെർസ്യൂ ചെയ്യാനായിട്ട്, അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ആ സ്ഥാപനത്തിലുണ്ടോ? ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒന്ന് ടിക്ക് ചെയ്യുക. എനിക്കിവിടെ തമാശയും രസങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പണ്ടൊരു ടെഡ് ടോക്ക് കണ്ട ഒരു കഥ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഫാമിലി, ഭാര്യ ഭർത്താവ് ഒരു കുട്ടി, ജോലിയുണ്ട്, നെക്സ്റ്റ് ഒരു ജോലിയും കിട്ടി, ലൈഫ് സ്റ്റൈല് മാറി. US വേറെ ഏതോ രാജ്യത്താണ്. ലൈഫ് സ്റ്റൈൽ മാറുന്നു, ഒരു മിഡിൽ ക്ലാസ് ടു അപ്പർ ക്ലാസ്, അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ് ടു മിഡിൽ ക്ലാസ്, കുറച്ചുകൂടി നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ആവുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു, എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ജോലി നഷ്ടപ്പെടുന്നു, കൊളാപ്സ് ആവുന്നു, ആത്മഹത്യയുടെ വക്കിലെത്തി. ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ തന്നെ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് ഈ മരിക്കുന്നത്? നമ്മുടെ വീട് നഷ്ടപ്പെടും, വണ്ടി നഷ്ടപ്പെടും, സോഷ്യൽ സ്റ്റേറ്റസ് നഷ്ടപ്പെടും. ഇതിന്റെ പേരിലാണല്ലോ നമ്മൾ ഈ മരിക്കാൻ നിൽക്കുന്നത്. ഇതൊക്കെ കണ്ട് പോയാലും നമ്മൾ ബാക്കിയാവണ്ടേ എന്നൊരു ചിന്ത അവർക്ക് വരികയും അവര് വീട് വിൽക്കാം, വണ്ടി വിൽക്കാം, കുട്ടിയുടെ സൈക്കിള് വിൽക്കാം, ഡ്രസ്സ് വിൽക്കാം, വാഷിംഗ് മെഷീൻ വിൽക്കാം, ഒക്കെ വിറ്റിട്ട് കടങ്ങളൊക്കെ വീട്ടിയിട്ട് നമുക്ക് നമ്മളെ ബാക്കിയാക്കാം. അവരുടെ ലൈഫ് മൊത്തം ഒരു ബാഗിലേക്ക് ചുരുക്കി കുറച്ച് സാധനങ്ങളും എല്ലാം വിറ്റ് കടങ്ങളൊക്കെ വീട്ടിൽ കിട്ടിയ കുറച്ച് പൈസയായിട്ട് ഇവര് മൊത്തം അവരെ സമ്പാദ്യം ഒരു ബാഗിലാക്കി. എന്നിട്ട് യാത്ര ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് ഒരു 6-7 മാസം യാത്ര ചെയ്യാനുള്ള പൈസ ബാക്കി കിട്ടിയിട്ടുണ്ട്. അവര് നോക്കി വീടൊക്കെ നിലനിർത്തി സ്വയം മരിക്കാൻ തീരുമാനിച്ചവര് വീടും എല്ലാം വിട്ടിട്ട് സ്വയം ബാക്കിയാവാൻ തീരുമാനിച്ചു. അതാണ് ആ ടോക്കിന്റെ പ്രത്യേകത. എന്നിട്ട് അവരിൽ ഒന്ന് കറങ്ങി, ഇന്ത്യയിലേക്കും അവിടേക്കൊക്കെ വന്നു, കറങ്ങി 6 മാസം കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ മാറി. പുതിയ ജോലി കിട്ടി, പുതിയ സ്റ്റൈലായി, പുതിയ ജീവിതമായി.
ലൈഫിൽ എപ്പോഴും തുടക്കങ്ങൾ ഉണ്ടാവാം, എപ്പോഴും കഠിനമായ സ്റ്റോപ്പുകൾ ഉണ്ടാവാം. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ബ്രേക്ക് എടുക്കാം. വിരാട് കോഹ്ലി ബ്രേക്ക് എടുത്തല്ലോ അല്ലേ? ഫോം ഔട്ട് ആയ സമയത്ത് അദ്ദേഹം ബ്രേക്ക് എടുത്തു. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരനായിരുന്നില്ല അദ്ദേഹം? എല്ലാ സ്ട്രെസ്സിന്റെ പുറകെ നടന്ന് കളിക്കുന്ന ആളാണ്. ചേസ് ചെയ്യുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഏറ്റവും എന്താ പറയാ അഗ്രസീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങോട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. ചേസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അഗ്രസീവായിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാല് സ്ട്രെസ് അയാൾക്കൊരു വളമാണ്. അതാണ് കാര്യം. ആരാധകരാണ്. സുഖല്ലേ? ഞാൻ അധികം കാണുന്ന മോട്ടിവേഷന്റെ ഇഷ്ടമാണ്. ഞാൻ ചിരിച്ചിരിക്കാം. നമുക്ക് സെൽഫി എടുക്കാം. എടുത്തു ഒരു സെൽഫി എടുത്തിട്ട് പറയട്ടാ. അപ്പൊ പറഞ്ഞു എന്താ വെച്ചാല്, വിരാട് കോഹ്ലി സമ്മർദ്ദത്തിന് അടിപ്പെട്ടാലാണ് അയാൾക്ക് പെർഫോമൻസ് കൂടുക. ചേസ് ചെയ്യുമ്പോഴാണ് ബെസ്റ്റ് ആയിട്ട് അയാള് ബെസ്റ്റ് ഔട്ട്പുട്ട് വരിക. പക്ഷെ അയാളും ഒരിക്കൽ ഫോം ഔട്ട് ആയപ്പോ അദ്ദേഹം ബ്രേക്ക് എടുത്തു. എല്ലാവർക്കും പറയാം ബ്രേക്ക് എടുക്കാം, അയാൾക്ക് പൈസ ഉണ്ടല്ലോ, ബ്രേക്ക് എടുക്കാലോ എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമല്ല. ഈ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇടിച്ചു കയറാൻ ഇഷ്ടം പോലെ മനുഷ്യന്മാരുണ്ട്. ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോ ആ വരവുണ്ടല്ലോ, കിഡിലനായിരുന്നു. വൺ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ആരാണ് ബ്രേക്ക് എടുത്തത്? ഷാറൂഖ് ഖാൻ 4 വർഷമാണ് പ്രശസ്തിയുടെ അത്യുന്നതിയിൽ നിൽക്കുമ്പോൾ. പക്ഷെ ലാസ്റ്റ് കുറെ പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയപ്പോ അങ്ങനെ ബ്രേക്ക് ഇട്ടു. ബ്രേക്ക് എടുത്തിട്ട് 4 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അയാളൊരു ഇൻഡസ്ട്രിയിൽ തന്നെ ആൾക്കൊരു ഫ്രഷ് ഫീൽ ആയി. അയാൾ 4 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്ന ആളാണല്ലോ. പടം വിജയിച്ചു, 1000 കോടിയിലെത്തി. അടുത്ത പടം വിജയിച്ചു, അടുത്ത പടം വിജയിച്ചു. 2500 കോടി ഇൻഡസ്ട്രി അയാളെ ഇളക്കി മറിച്ചു ഷാറൂഖ് ഖാൻ. സംടൈംസ് വി ക്യാൻ ടേക്ക് എ ബ്രേക്ക്. സ്ട്രെസ് 2-3 കാര്യങ്ങളുണ്ട്. സ്ട്രെസ് അത്ര മോശം കാര്യമൊന്നുമല്ല. ചിലവർക്ക് സ്ട്രെസ്സിൽ വർക്ക് ചെയ്താലേ നല്ല ഔട്ട്പുട്ട് വരുള്ളൂ. സ്ട്രെസ്സിനെ നമ്മൾ കാണുന്ന രീതിയാണ്. ഹെൽത്ത് കണ്ടീഷൻ അത് ഡോക്ടർമാർ പറയേണ്ടതാണ്. എന്നാൽ പോലും നമുക്ക് ജീവിതത്തിൽ കുറേം കൂടിയൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ആ മരിച്ച കുട്ടിക്ക് ഒരുപക്ഷെ ആ കുട്ടിക്ക് തന്നെ അറിയില്ലായിരിക്കും ഞാൻ ഇത്രയും അണ്ടർ സ്ട്രെസ്സിലാണ് എന്ന് അറിയില്ലായിരിക്കും. സംടൈംസ് വി നീഡ് ടു പോസ് ഇട്ടിട്ട് ചിന്തിക്കണം. എങ്ങോട്ടാണ് ഞാനീ പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് എനിക്ക് പ്രശ്നം വരുന്നത്. മൊബൈലൊക്കെ ഓഫാക്കിയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റണം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവർക്കും അത് ചെയ്യാനുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് ഉള്ള അറിവോടുകൂടി തന്നെ പറയുന്നത്. പക്ഷെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അതിനേക്കാൾ ഉപേക്ഷിക്കപ്പെടേണ്ട വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മരണത്തിന് കാരണമാകാവുന്ന ഒരു സംഗതിയാണ് സ്ട്രെസ് എന്നുള്ളത് ആളുകള് മനസ്സിലേക്ക് എടുത്തു തുടങ്ങുന്നുണ്ടാവും ഈ ഇഷ്യൂവിന് ശേഷം. അപ്പോൾ സന്തോഷങ്ങൾ കണ്ടെത്തുക. അതിപ്പോ കൂട്ടുകാരുടെ കൂടെ പോകുന്നതായാലും ബ്രേക്ക് എടുക്കുന്നതാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ നോ പറയേണ്ട അടുത്ത് പറയണമെന്നായാലും എല്ലാവരും നമുക്ക് വർക്ക് ലോഡ് ഇങ്ങനെ തരുമ്പോൾ അവരോട് നോ പറയാൻ പറ്റണം. ചിലടത്ത് പറയില്ല, ചിലർക്ക് നോ പറയാനേ പറ്റില്ല. എല്ലാവരും കൊണ്ടുവന്ന് വർക്ക് ഡംപ് ചെയ്യുമ്പോൾ അയ്യോ ഇത് എന്റേതല്ല, ഇത് നമ്മളെ കൊണ്ട് ഇത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റണം. ഈ നോ വലിയൊരു പ്രശ്നമാണ്. സ്ട്രെസ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. സ്ട്രെസ് നമ്മളിലേക്ക് വരുന്നതുണ്ടല്ലോ പ്രധാനമായി ഈ ഫോണിലൂടെയാണ്. എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയാണ് ഞാൻ ഫോൺ എടുക്കില്ല. അതിൽ ഞാൻ ഫോൺ പൊതുവെ ഉപയോഗിക്കാറില്ല. ഫോണിലെ ആളുകളോട് സംസാരിക്കൽ വളരെ കുറവാണ്. എന്നെ ഫോൺ വിളിച്ച ആൾക്കാർക്ക് കിട്ടാറുമില്ല. കാരണം യുവർ ഇൻബോക്സ് ഈസ് അതർ പീപ്പിൾസ് അജണ്ട എന്നാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾ, ഇമെയിലുകൾ, ഇതൊക്കെയാണ് നമ്മുടെ അജണ്ട നിശ്ചയിക്കുന്നത്. അതല്ല, പകരം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അജണ്ട വേണം. ഐ ഡോണ്ട് വർക്ക് ഓൺ അതേഴ്സ് അജണ്ട. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിന്റെ പിന്നാലെ പോകുന്നു, അവർക്ക് വിളിക്കുന്നു. ആ പരിപാടിയില്ല. ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷെ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു വന്നത് കുറേം കൂടിയൊക്കെ ഒരു ലൈഫ് ബാലൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം ഉണ്ടാവണം. സന്തോഷത്തെ വിളിച്ചു വരുത്താനും പറ്റണം. സ്ട്രെസ് വരുന്നത് എവിടുന്നാണെന്ന് തിരിച്ചറിയുകയും അതിനെ ഒഴുക്കി വിടാൻ, വെന്റിലേറ്റ് ചെയ്ത് വിടാനുള്ള കാര്യങ്ങൾ ചെയ്യാനും ലൈഫ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാനുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. ജീവിതമാണ് വലുത്.